ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇഫ് യു ആർ വാച്ചിങ് മൈ വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് മീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ദേവുവിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേവുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ബാഗ് കറക്റ്റ് പ്ലേസിൽ അവൾ തന്നെ കൊണ്ടുപോയി വയ്ക്കും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ലഞ്ച് ബോക്സ് എടുത്തിട്ട് ഈ കബോർഡിൽ കൊണ്ടുവന്ന് വെക്കും. അതൊക്കെ അവൾ ചെയ്യുന്ന പണിയാണ്. അതുപോലെ തന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിയിട്ട് പ്രോപ്പർ പ്ലേസിൽ കൊണ്ടുവയ്ക്കുക, അതൊക്കെ ചെയ്യും. ഷീസ് ലൈക്ക് അവർ മദർ. ദോശ വേണോ? അപ്പൊ അപ്പൊ കുളിച്ചോണ്ടാക്കാം, കുളിച്ചോണ്ടാക്കാം. യെസ് എന്ന് പറ, യെസ് എന്ന് പറ. ഒരു കിസ് തരും അപ്പൊ കുളിക്കാൻ പോണതിന് മുമ്പേ. താങ്ക് യു. അപ്പൊ കുളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ബാത്റൂമിൻ്റെ പുറത്തൊരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴേക്കും അവളെ ചെയറൊക്കെ എടുത്ത് കിച്ചണിൽ പോയി സെറ്റാക്കി വെച്ചു. അപ്പോൾ അമ്മയാണ് ദോശ ഉണ്ടാക്കുന്നത്. അമ്മ എന്തുണ്ടാക്കുകയാണെങ്കിലും കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര സ്പെസിഫിക്കാണ്. ദോശയാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം, കട്ടി കുറച്ച് പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ പൊട്ടാതൊക്കെ ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. ഞാനൊക്കെ ചപ്പാത്തി നല്ല പെർഫെക്റ്റ് അതുപോലെ ദോശയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധമാണ് അമ്മയ്ക്ക്. കാരണം അത് അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നത്, അമ്മ യൂസ് ചെയ്ത ട്രിക്സൊക്കെ അമ്മ പറഞ്ഞു തരും. സോ അത് ഫോളോ ചെയ്ത് അതേപോലെ ഉണ്ടാക്കുക. കാരണം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യും, കുക്കിങ്ങിനൊക്കെ. സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ വേണ്ടി റെഡിയായി നിൽക്കും, അതുപോലെ തന്നെ ക്ലീനിങ്ങും. അപ്പോൾ ഫസ്റ്റത്തെ ദോശ ഗണപതിക്ക് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഫുഡ് ഗണപതിക്ക് എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ദോശ നമ്മുടെ ദേവുവിനാണ്. അങ്ങനെ ദേവു ഭയങ്കര ഹാപ്പിയായിട്ട് ദോശ കഴിച്ചു. അപ്പോൾ അവൾക്ക് എന്തായാലും ഗീ വേണം, ഗീ ഇട്ടാലാണ് നമുക്ക് കൂടുതൽ ദോശ ഇഷ്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അവളെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടോ. കാരണം ഹസ്ബൻഡിനാണെങ്കിൽ നല്ല മുരിഞ്ഞ ചൂടായിട്ടുള്ള ദോശ വേണം. എനിക്ക് പിന്നെ എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ ഞാൻ രാവിലെ അവൾ നീക്കുന്നതിന് മുമ്പ് പോകുന്നതാണ്. അവൾ നീക്കാൻ 10 മണിക്ക് കഴിയും, ഞാനൊരു 9:30 ഇറങ്ങും. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അവൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യുന്ന ഫുൾ ഇമോഷൻസ് എൻ്റെ അടുത്ത് എന്തൊക്കെ പ്രകടിപ്പിക്കേണ്ടത് അവൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എഗ്ഗ് അത്യാവശ്യം നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും നൈറ്റും പറഞ്ഞ പോലെയൊക്കെ. അപ്പോൾ ഞാൻ എഗ്ഗ് ഒരു ബുൾസൈ ഉണ്ടാക്കി ദോശയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അതേ പാത്രത്തിൽ തന്നെ കേട്ടോ ഞാനിപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഉള്ളി വഴറ്റുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബുൾസൈ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അപ്പം തന്നെ കേൾക്കുന്നില്ല. കാരണം അതിൽ കുറച്ച് റിമൈനിങ് ഓയിൽ ഉണ്ടായിരുന്നു, അതുകൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു. ചെറിയുള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി ഇട്ടു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് കുറച്ച് പീനട്ട് നമ്മൾ വേവിച്ച് വെച്ച് ബാക്കി ഉണ്ടായിരുന്നു, ആ പീനട്ടും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നല്ലതല്ലേ, ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല അടിപൊളി ടേസ്റ്റിയോടെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ, ഒരു ബുൾസൈ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചട്നി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡിന്നർ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വന്നതും കീ വാങ്ങിയിട്ട് അവൾ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവച്ചു. അവളൊരു ദിവസം മറന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഏട്ടൻ തിരഞ്ഞുകൊണ്ടിരിക്കും കീ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ അത്രയ്ക്കും മറവിയാണ്. അപ്പോൾ അവൾ സ്ഥിരമായിട്ട് കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയ ശേഷം ആ ഒരു പ്രശ്നമില്ല. ദെൻ അവൾ ഏട്ടന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ആ ഗ്യാപ്പ് ഞാൻ തുണിയൊക്കെ കൊണ്ടുപോയി ഉണക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.